ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 9-ാം അധ്യായം. മൈത്രേയ ഉവാച. തയേവമുത്സന്നഭയാ ഉരുക്രമേ കൃതാവനാമ പ്രയയുസ്ത്രിവിഷ്ടഭം സഹസ്രശീർഷാഭി തതോ ഗരുത്മന മതോർവനം ഭൃത്യ ദിദൃക്ഷയാ ഗതഃ. മൈത്രേയർ പറഞ്ഞു, ഭഗവാൻ അരുളി ചെയ്തത് കേട്ടതിനാൽ ഇന്ദ്രാദി ലോകപാലന്മാരുടെ ഭയം നീങ്ങി. ഭഗവാന്റെ പാദപത്മത്തിൽ നമസ്കരിച്ച് സ്വർഗത്തിലേക്ക് പോയി. ബഹുപ്രകാരത്തിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് സമർത്ഥനായിരിക്കുന്ന ശ്രീ ഭഗവാനും ഉടനെ ഗരുഡവാഹനത്തിന്മേലിരുന്ന സേവകനായ ധ്രുവനെ കാണുവാൻ സന്തോഷത്തോടുകൂടെ മധുവനം പ്രാപിച്ചു. സവൈദിയാ യോഗ വിഭാഗ തീവ്രയാ ഹൃത്പത്മകോശേ സ്ഫുരിതം തടിത്പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. പ്രാണായാമാദികളുടെ അഭ്യാസബലത്താൽ നിശ്ചലമായ ബുദ്ധി കൊണ്ട് ഹൃദയകമലത്തിൽ മിന്നൽ പിണരെന്ന പോലെ വിളങ്ങുന്ന ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ധ്രുവൻ പെട്ടെന്ന് ആ രൂപത്തെ കാണാതായപ്പോൾ കൺമിഴിച്ച് പുറമേ നോക്കി. ഹൃദയത്തിൽ കണ്ടിരുന്ന ആകൃതിയിൽ തന്നെ ഭഗവത് രൂപത്തെ പുറമേ നിൽക്കുന്നതായിട്ട് കണ്ടു. തദ്ദർശനേനാഗത സാധ്വസപ്ഷിത വവന്തദാംഗം വിനിമയ്യ ദണ്ഡവത് ദൃഗ്ഭ്യാം പ്രപശ്യൻ പ്രബിഭന്നിവാർഭക ചുംബന്നിവാസ്യേന ഭുജൈരവാശ്ലിഷൻ. ബാലകനായ ധ്രുവൻ ഭഗവാന്റെ അലൗകിക സ്വരൂപാതിശയത്തെ കണ്ടതുകൊണ്ട് വല്ലാത്ത സംഭ്രമമുള്ളവനായി ഭവിച്ചു. ദണ്ഡം പോലെ ഭൂമിയിൽ വീണു നമസ്കരിച്ചു. നേത്രങ്ങളാൽ ആ രൂപത്തെ പാനം ചെയ്യുന്നുവോ, മുഖത്താൽ ചുംബിക്കുന്നുവോ, കൈകളാൽ ആലിംഗനം ചെയ്യുന്നുവോ എന്നു തോന്നുമാറ് ഭഗവാന്റെ രൂപത്തെ സംഭ്രമത്തോടുകൂടെ നോക്കി വന്ദിച്ചു നിന്നു. സദം വിവക്ഷന്തമദ്യുതം ഹരിർ ജ്ഞാത്വാസ്യ സർവസ്യ ജ ഹൃദ്യവസ്ഥിതഃ കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന പസ്പർശബാലം കൃപയാ കപോലേ. ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് കീർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും ബാല്യനിമിത്തം ഗുണങ്ങളുടെ അറിവില്ലാത്തതുകൊണ്ട് വിഷാദിക്കുന്നുവെന്ന് സകല പ്രാണികളുടെയും ധ്രുവൻ്റെയും ഹൃദയകമലത്തിൽ വസിക്കുന്ന ഭഗവാൻ അറിഞ്ഞു. അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട് മുൻഭാഗത്ത് നിൽക്കുന്ന ബാലകനെ കരുണയോടുകൂടെ വേദസ്വരൂപമായ ശംഖത്താൽ കവിൾത്തടത്തിൽ സ്പർശിച്ചു. സവൈ തദൈവ പ്രതിപാദിതാം ഗിരം ദേവീം പരിജ്ഞാത പരാത്മനിർണയഃ തം ഭക്തിഭാവോഭ്യഗൃണാദ സത്വരം പരിശ്രുതോരു ശ്രവസം ധ്രുവക്ഷിതിഃ. ശംഖത്താൽ ഭഗവാൻ സ്പർശിച്ച ഉടനെ തത്വത്തെ വെളിപ്പെടുത്തുന്നതായ വാഗ്വിശേഷം ധ്രുവന് അധീനമായി ഭവിച്ചു. ഭഗവത് അനുഗ്രഹത്താൽ പ്രസന്നയായ വാഗ്ദേവതയെ ധ്രുവൻ ആശ്രയിച്ചപ്പോൾ പരമാത്മാവായ ഭഗവാന്റെ തത്വം ഹൃദയത്തിൽ സ്ഫുരിച്ചു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന മഹാകീർത്തിയോടുകൂടിയിരിക്കുന്ന ആ ശ്രീഹരിയെക്കുറിച്ചുള്ള ഭക്തിയെ പ്രകാശിപ്പിക്കുന്ന മുഖഭാവാദി വികാരങ്ങളോടുകൂടെ ധ്രുവം എന്നു പേരോടുകൂടിയ സ്ഥാനത്തിൽ വസിപ്പാൻ പോകുന്ന ധ്രുവൻ സാവധാന ചിത്തനായിട്ട് സ്തോത്രം ചെയ്തു. ധ്രുവ ഉവാച. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാം അന്യാം സഹസ്രചരണശ്രവണത്വഗാദിൻ പ്രാണാ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ധ്രുവൻ സ്തുതിക്കുകയാണ്. സകല ശക്തികളെയും ധരിച്ചിരിക്കുന്ന യാതൊരുവൻ എൻ്റെ അന്തർഭാഗത്തിൽ പ്രവേശിച്ചിട്ട് പ്രകാശമായ ചിച്ചക്തിയെ കൊണ്ട് വൈഖരി എന്നുപേരായ ശക്തിയെയും കൈകൾ, കാലുകൾ, ശ്രവണം, ത്വക്ക് മുതലായ മറ്റുള്ള ഇന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള ശക്തിയുള്ളവയാക്കി തീർക്കുന്നുവോ, സർവാന്തര്യാമിയും ചിൽസ്വരൂപനുമായ ആ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ജഡങ്ങളായ ഇന്ദ്രിയങ്ങൾ ചൈതന്യസ്വരൂപനായ ഭഗവാൻ അന്തർഭാഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭഗവതംശമായ ചിച്ചക്തി ഇന്ദ്രിയങ്ങളിൽ വ്യാപിക്കുമ്പോൾ അവ സ്വവ്യാപാരങ്ങളെ നടത്തുന്നത്. സ്വാന്തർഭാഗത്തിൽ ഈശ്വരൻ വസിക്കുന്നതുകൊണ്ടാണ് സർവേന്ദ്രിയങ്ങളും വ്യാപരിക്കുന്നത്. ഏകസ്ത്വമേവ ഭഗവന്നിദമാത്മശക്തിയ മായാഖ്യയോരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ടാനുവിശ്യ പുരുഷസ്തദസദ്ഗുണേഷു ജ്ഞാനേപതാരിഷു വിഭാവസു വദ്ധിഭാസി. സത്വാദി ഗുണപ്രധാനയായിരിക്കുന്ന മായ എന്നു പേരുള്ള അങ്ങയുടെ ശക്തിയെക്കൊണ്ട് ഏകനായ അങ്ങ് മഹത്തത്വാദികളായ സകലവും അടങ്ങിയ ഈ ലോകത്തെ സൃഷ്ടിച്ചു. അതിൽ അങ്ങു തന്നെ ജീവഭാവേന പ്രവേശിച്ചിട്ട് പുരുഷൻ എന്ന സംജ്ഞയെയും വഹിച്ചു. അചേതനങ്ങളും നശ്വരങ്ങളും ഗുണകാര്യങ്ങളുമായ ശരീരാദികളിൽ പ്രവേശിച്ച അങ്ങ് ഏകനാകുന്നുവെങ്കിലും നാനാവിധങ്ങളായ ആകൃതികളോടുകൂടിയ കാഷ്ടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നി കാഷ്ടങ്ങളുടെ ആകൃതിയിൽ കാണപ്പെടുന്നതുപോലെ
ബഹുവിധ ഭൂതവർഗങ്ങളിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു. അങ്ങും ബഹുരൂപനെന്ന പോലെ അജ്ഞദൃഷ്ടിയിൽ പ്രകാശിക്കുന്നു. അതിനാൽ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായ അഗ്ന്യാദികളിലും പ്രവേശിച്ചിരിക്കുന്ന ചിദംശം അങ്ങയുടേതാകയാൽ അവയ്ക്കും ശക്തിയെ നൽകുന്നത് അങ്ങാവുന്നു. ത്വദ്ദത്തയാ വൈനമേതമജഷ്ടവിശ്വം സുപ്തപ്രബുദ്ധ ഇവ നാദഭവത്പ്രപന്നഃ തസ്യാപവർഗ്യശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതവിധ കഥമാർത്തബന്ധോ. ബ്രഹ്മാവിനും കൂടെ സൃഷ്ടി സാമർഥ്യം സിദ്ധിച്ചത് അങ്ങയുടെ കാരുണ്യ നിമിത്തമാകയാൽ മറ്റുള്ളവരുടെ കഥ പറയണമോ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹേ നാഥ സർവേശ്വര, ബ്രഹ്മാവ് അങ്ങയിൽ നിന്ന് ജനിച്ചുവെങ്കിലും ആദ്യം അങ്ങയെ കാണാതെയും സൃഷ്ടിമാർഗം അറിയാതെയും ഖിന്നനായി ഭവിച്ചപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ചു. അങ്ങ് ജ്ഞാനസ്വരൂപനായിട്ട് ഹൃദയത്തിൽ വിളങ്ങി. അപ്പോൾ അങ്ങയെയും അങ്ങയിൽ ലയിച്ചിരിക്കുന്ന ലോകത്തെയും കണ്ടു. ഉറങ്ങിയുണർന്നവൻ പൂർവം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വിധത്തിൽ സൃഷ്ടി വ്യാപാരത്തിൽ ഏർപ്പെട്ടു. നിത്യമുക്തന്മാരായിരിക്കുന്ന ബ്രഹ്മാദിദേവന്മാർക്കും അങ്ങയുടെ പാദമൂലം തന്നെ ശരണം. അങ്ങനെയിരിക്കെ ദീനബന്ധോ, അങ്ങയാൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഉപകാരത്തെ അറിയുന്ന ഏതൊരുവനെങ്കിലും അങ്ങയെ മറക്കുമോ? മറന്നു നടക്കുന്നവർ കൃതജ്ഞന്മാർ തന്നെ. നൂനം വിമുഷ്ടമതയസ്തവ മായയാ തേ യേ ത്വാം ഭവാപ്യയ വിമോഷണമന്യഹേതോഹോ അർച്ചന്തി കൽപ്പകതരും കുണഭോപഭോഗ്യമിച്ഛന്തി യത്സ്പർശജം നരകേപി നൃണാം. ജന്മജരാമരണ രൂപമായ സംസാര സങ്കടം തീർത്ത് പരമാനന്ദാനുഭവ രൂപമായ മോക്ഷത്തെ നൽകുന്ന ഭക്തകൽപ്പതരുവായിരിക്കുന്ന അങ്ങയെ ഇന്ദ്രിയങ്ങളെ തൽക്കാലം തൃപ്തിപ്പെടുത്തുന്നതായ തുച്ഛസുഖം ലഭിക്കാനായി ആഗ്രഹിച്ച് ഭജിക്കുന്നവർ, എന്നെപ്പോലുള്ളവർ, ജഗന്മോഹിനിയായ അങ്ങയുടെ മായയാൽ അപഹരിക്കപ്പെട്ട വിചാരശക്തിയോട് കൂടിയവർ തന്നെ നിശ്ചയം. എന്തുകൊണ്ടെന്നാൽ വിഷയേന്ദ്രിയ സംയോഗം നിമിത്തം തൽക്കാലം അനുഭവപ്പെടുന്ന തുച്ഛമായ സുഖം സൂകരാദി നികൃഷ്ടയോനികളിൽ ജനിക്കുന്ന പ്രാണികൾക്കുമുണ്ടല്ലോ. വിചാരശീലന്മാരായ മനുഷ്യന്മാരും ആ സുഖത്തെ തന്നെ ആഗ്രഹിക്കുന്നത് മൗഢ്യത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ. എന്നാൽ അറിവില്ലാതെ ആ വിധം ആഗ്രഹിക്കുന്നതായാലും ഭഗവാൻ അവർക്ക് നൽകാതെ ഇരിക്കുകയല്ലയോ വേണ്ടത് എന്ന ശങ്കയ്ക്ക് സമാധാനം. അങ്ങ് ഭക്തന്മാർക്ക് കൽപ്പകവൃക്ഷം എന്ന പോലെ ആകുന്നു. ആഗ്രഹിക്കുന്നതിനെ കൊടുക്കുന്നത് കൽപ്പകവൃക്ഷ സ്വഭാവമാകുന്നു. അതുപോലെ അങ്ങും ഭക്താഭീഷ്ടം എന്തായിരുന്നാലും അതിനെ നൽകുന്നു. പരമകൈവല്യം നൽകുന്നതിന് സമർത്ഥനായ അങ്ങയോട് തുച്ഛഫലങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഭക്തന്മാരുടെ മായാവിമോഹത്തെ സൂചിപ്പിക്കുന്ന നികൃഷ്ടവൃത്തിയാണ്. യാ നിർവൃതിസ്തനുവൃതാം തവ പാദപത്മധ്യാനാത് ഭവജ്ജനകഥാ ശ്രവണേന വാ സ്യാത് സാ ബ്രഹ്മണി സ്വമഹിമന്നഭിനാദമാഭൂത് ഖിന്ദ്വന്ദകാസിലുളിതാത് പതതാം വിമാനാത്. ആധ്യാത്മിക ആദിതാപത്രയങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന അങ്ങയുടെ പാദപത്മത്തെ ധ്യാനിക്കുന്നതുകൊണ്ടോ ഭക്തന്മാരോട് ഒരുമിച്ചിരുന്ന് അങ്ങയുടെ അവതാരചരിതങ്ങളെ കേൾക്കുന്നതുകൊണ്ടോ യാതൊരുവിധമായ സുഖം അനുഭവപ്പെടുന്നുവോ ആ സുഖം ആനന്ദം തന്നെ. സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഇരിക്കുന്നവർക്ക് കൂടെ അത് സിദ്ധിക്കുന്നില്ല. അങ്ങനെയിരിക്കെ കാലസ്വരൂപനായ അന്തകൻ്റെ ലവനിമേഷാദി പരിണാമരൂപമായ ആയുധത്താൽ ക്രമത്തിൽ മുറിക്കപ്പെടുന്ന വിമാനത്തിൽ നിന്ന് താഴത്തു വീഴുന്നവർക്ക് ഉണ്ടാകുന്നില്ലെന്ന് പറയണമോ? ദേവന്മാരും അവരുടെ വാഹനങ്ങളായ വിമാനങ്ങളും അവരുടെ സ്ഥാനമായ സ്വർഗവും കാലത്താൽ നശിക്കുന്നവ ആകയാൽ ഭീതിയില്ലാതിരിക്കുന്ന ആനന്ദം അവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വർഗാദി ലോകങ്ങളെ കാക്ഷിക്കുന്നത് ബുദ്ധിയില്ലായ്മ തന്നെയാണ്. ഭക്തിം മുഹുപ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാതനന്തമഹതാം അമലാശയാനാം ഏനാഞ്ചസോൽബണമൊരു വ്യസനം ഭവാബ്ദീം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്തഃ. ഹേ അപരിച്ഛിന്ന സ്വരൂപ, നിത്യാനിത്യ വിവേകത്താൽ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തതുകൊണ്ട് നിശ്ചഞ്ചലമായ പരിശുദ്ധാന്തകരണമുള്ളവരും അതിനാൽ തന്നെ അങ്ങയിൽ പ്രേമലക്ഷണയായ ഭക്തിയെ പ്രബലമായി വഹിച്ചിരിക്കുന്നവരുമായ മഹാജനങ്ങളുടെ സംസർഗം എനിക്ക് ലഭിക്കുവാൻ അനുഗ്രഹിക്കണം. അതു സാധിച്ചാൽ അവരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന അങ്ങയുടെ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥയാകുന്ന അമൃതത്തിൻ്റെ പാനത്തിൽ നിമഗ്നനായിട്ട് ബഹുവിധങ്ങളായ വ്യസനങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനവും ഭയങ്കരവുമായിരിക്കുന്ന സംസാര സമുദ്രത്തെ പ്രയാസം കൂടാതെ ഞാൻ കടന്നുകൊള്ളാം. തേന സ്മരന്ത്യതിതരാം പ്രിയമീശമർത്യം ഏച്ചാന്യുതസുതസുഹൃത് ഗൃഹവിത്തദാരാഹ ഏത്വബ്ജനാ ഭവദീയ പദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗാഃ.
ഹേ പത്മനാഭ, പരമേശ്വര, അങ്ങയുടെ പാതാരവിന്ദത്തിൽ നിന്ന് പുറപ്പെടുന്ന സൗരഭ്യത്തെ ആഗ്രഹിക്കുന്ന ഹൃദയത്തോടുകൂടിയ മഹാന്മാരുടെ സംസർഗം സിദ്ധിച്ചവർ ഏറ്റവും പ്രിയ വിഷയമായിരിക്കുന്ന ഈ ശരീരത്തെയും അതിനെ സംബന്ധിച്ചിരിക്കുന്ന പുത്രന്മാർ, സുഹൃത്തുക്കൾ, ഗൃഹങ്ങൾ, ധനങ്ങൾ, ഭാര്യ മുതലായവരെയും അധികം സ്മരിക്കുന്നില്ല. ഏറ്റവും വിരക്തന്മാരല്ലാത്തവർക്ക് ഭക്തിയോഗം സമുചിതമാണെന്ന് കാണിപ്പാനാണ് അധികം സ്മരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ആ അല്പമായ സ്മരണവും ഭക്തി നിമിത്തം ക്രമത്തിൽ നശിക്കും. തിര്യങ്നഗദ്വിജസരീസൃപദേവദൈത്യമർത്യാദിഭിപരിചിതം സദസദ്വിശേഷം രൂപം സവിഷ്ടമജതേ മഹദാദ്യനേകം നാദപരം പരമവേദ്മിനയത്ര വാദഃ. ഭഗവത് തത്വം രണ്ടു വിധമാണ്: സ്ഥൂലം, സൂക്ഷ്മം. ഇതിൽ സ്ഥൂലത്തെ മാത്രമല്ലാതെ സൂക്ഷ്മത്തെ അറിയുവാൻ പ്രയാസമാകയാൽ ജ്ഞാനദ്വാര മോക്ഷപ്രാപ്തി സുകരമല്ലെന്ന അഭിപ്രായത്തോടുകൂടെ പറയുന്നു. ജന്മാദി വികാരങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഹേ പരമ, മൃഗാദികൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, സർപ്പങ്ങൾ, ദേവന്മാർ, അസുരന്മാർ എന്നിങ്ങനെ പല രൂപങ്ങൾക്കും ആശ്രയമായും പൃഥ്വ്യാദികളായ സ്ഥൂലങ്ങൾക്കും ശബ്ദാദികളായ തന്മാത്രകൾക്കും മഹത്തത്വാദികൾക്കും ആശ്രയമായിരിക്കുന്ന അങ്ങയുടെ സ്ഥൂലരൂപത്തെ മാത്രം ഞാൻ അറിയുന്നതല്ലാതെ അതോട് സംബന്ധപ്പെടാതിരിക്കുന്ന സൂക്ഷ്മരൂപത്തെ അറിയുന്നില്ല. ആ സൂക്ഷ്മരൂപത്തെ വേദം കൂടെ വ്യക്തമാക്കുന്നില്ല. അതിനാൽ ജ്ഞാനദ്വാര മോക്ഷം സാധിക്കുക എന്നത് എന്നെപ്പോലെയുള്ളവർക്ക് സുകരമല്ലെന്നു സാരം. ഗുണലക്ഷണങ്ങൾ ഉള്ളതിനെ മാത്രമേ വാക്കുകൊണ്ട് വ്യവഹരിപ്പാൻ കഴിയുകയുള്ളൂ. സർവലക്ഷണ വിലക്ഷണവും ഗുണാതീതവുമായിരിക്കുന്ന അങ്ങയുടെ അവ്യക്ത സ്വരൂപത്തിൽ വാക്കിനും മനസ്സിനും പ്രവേശമില്ലാത്തതിനാൽ അതിൻ്റെ ജ്ഞാനം സുഗമമല്ല. കൽപ്പാന്തയേതദഖിലം ജഠരേണ ഗൃഹ്ണൻ ഛേദേ പുമാൻ സ്വദൃഗനന്ദ സഹസ്തദംഗേ എന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മാ ഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. കൽപ്പാവസാനത്തിൽ ഈ കാണപ്പെടുന്ന സകലത്തെയും അന്തർഭാഗത്തിൽ സംഗ്രഹിച്ചിട്ട് ആദിശേഷൻ്റെ അംഗത്തിൽ യാതൊരു പുരുഷൻ ശയിക്കുന്നുവോ, യാതൊരുവിൻ്റെ സമുദ്രം പോലെ അഗാധമായ നാഭിയിൽ നിന്ന് തേജോമയം ആയതിനാൽ സ്വർണം പോലെ ഇരിക്കുന്നതും സമഷ്ടി ലോകസ്വരൂപവുമായിരിക്കുന്ന പത്മത്തിൽ നിന്ന് തേജോമയനായ ബ്രഹ്മദേവൻ ജനിച്ചിരിക്കുന്നുവോ, ആ പുരുഷോത്തമൻ അങ്ങാകുന്നു. ജ്ഞാനാദികളായ ഐശ്വര്യങ്ങളുടെ നിദാനമായിരിക്കുന്ന അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധാത്മാ കൂടസ്ഥ ആദിപുരുഷോ ഭഗവാൻ സ്ത്രീശഃ യദ്ബുദ്ധ്യവസ്ഥിതിമഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദ്രഷ്ടാസ്ഥിതാവതിമകോ വ്യതിരിക്ത ആസേ. അങ്ങെപ്പോഴും മുക്തനാകുന്നു. അവിദ്യ നിമിത്തമുള്ള ബന്ധം ഒരു കാലത്തും ഇല്ലാത്തവനുമാകുന്നു. ജീവനാകട്ടെ അവിദ്യാബന്ധത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹത്താൽ മുക്തനാവാനുള്ളവൻ. അങ്ങയെ രാഗദ്വേഷാദി മാലിന്യങ്ങൾ ബാധിക്കാത്തതുകൊണ്ട് നിത്യപരിശുദ്ധൻ. ജീവനാകട്ടെ രാഗാദി ബാധയുള്ളവനാകയാൽ മലിനൻ. അങ്ങ് സർവത്ര നിറഞ്ഞവൻ, ജീവൻ പരിച്ഛിന്നൻ. അങ്ങ് സർവത്ര പരിപൂർണൻ, ജീവൻ വികാരമുള്ളവൻ. അങ്ങ് നിർവികാരൻ, ആദിയില്ലാത്ത പുരുഷൻ. ജീവനാകട്ടെ അങ്ങയിൽ നിന്നുണ്ടായിരിക്കയാൽ ആദിയുള്ളവൻ. അങ്ങ് ഐശ്വര്യാദി ഗുണങ്ങൾ നിറഞ്ഞവൻ, ജീവൻ അതിൻ്റെ പൂർണ്ണതയില്ലാത്തവൻ. അങ്ങ് സത്വാദി ഗുണങ്ങളുടെ നിയാമകൻ, ജീവൻ ഗുണപരതന്ത്രൻ. അങ്ങയുടെ ജ്ഞാനം നിത്യവും അപരിച്ഛിന്നവുമാകയാൽ സർവ്വജീവികളുടെയും ബുദ്ധിവൃത്തിയെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ. ജീവനാകട്ടെ സ്വബുദ്ധിയുടെ വ്യാപാരത്തെ തന്നെ വിസ്മരിക്കുന്നവൻ. അങ്ങ് പുണ്യപാപരൂപങ്ങളായ കർമ്മങ്ങളുടെ ബലദാതാവ്, ജീവൻ കർമാധീനൻ. അതിനാൽ എല്ലാം കൊണ്ടും അങ്ങ് ജീവനിൽ നിന്നും വിലക്ഷണനായിട്ടിരിക്കുന്നു. അതിനാൽ ജീവോഭ്യാസൻ തന്നെ നിന്തുരുവടി. യസ്മിൻ വിശുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധശക്തയ ആനുപൂർവ്യാത് തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. യാതൊന്നിൽ അണുത്വം, മഹത്വം എന്നിങ്ങനെ ഒന്നിനോടൊന്ന് വിരോധമായിരിക്കുന്ന ഭാവങ്ങൾ നിരന്തരം ചേർന്നിരിക്കുന്നുവോ, യാതൊരുവിനെ വിദ്യ, അവിദ്യ മുതലായ അനന്തശക്തികൾ അവരവരുടെ അധികാരത്തെ അനുസരിച്ചാശ്രയിക്കുന്നുവോ, സർവ്വലോകങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനവും ഭേദമില്ലാത്ത ഏകവും അപരിച്ഛിന്നവും ആദിയിലുള്ളതും ആനന്ദമാത്രവും വികാരരഹിതവുമായ ആ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. സത്യാശിഷോ ഹി ഭഗവം സ്തവ പാദപത്മാമാശീസ്തദാനുഭജത പുരുഷാർത്ഥമൂർത്തേഃ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാസ്രൈവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. സർവരും ആഗ്രഹിക്കുന്ന പരമപുരുഷാർത്ഥം
പരമാനന്ദപ്രാപ്തി രൂപമായ മോക്ഷമാകുന്നു. അതുതന്നെ നശിക്കാത്തതും അതുതന്നെ അങ്ങയുടെ സ്വരൂപവും. അതിനെ ആഗ്രഹിക്കുന്നവർക്ക് സത്യമായ ആ ആനന്ദത്തെ അങ്ങ് നൽകുന്നു. അങ്ങനെയാണെങ്കിലും ഹേ പൂജ്യനായ ദേവ, സർവൈശ്വര്യ പരിപൂർണനും സർവജ്ഞനുമായ അങ്ങ് കാമാദി വൃത്തികളിൽ നിന്ന് നിർമുക്തന്മാരല്ലാത്തതിനാൽ ദുഃഖിതന്മാരായ എന്നെപ്പോലെയുള്ളവരെ കാമിതാർത്ഥ ദാനത്താൽ അനുഗ്രഹിച്ച് രക്ഷിക്കുന്നു. നവപ്രസൂതയായ ധേനു അതിൻ്റെ കുട്ടിയെ ക്ഷീരം നൽകി സംരക്ഷിക്കുന്നത് പോലെ അങ്ങ് സകാമഭക്തന്മാരെയും സംരക്ഷിക്കുന്നു. മൈത്രേയ ഉവാച അത്യാഭിഷ്ടുതയേവം വൈ സൽസങ്കൽപ്പേന ധീമത ഭൃത്യാനുരക്തോ ഭഗവാൻ പ്രതിനന്ദ്യേതമബ്രവീത്. മൈത്രേയർ പറഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹത്തിൽ സങ്കല്പം വെച്ചിരിക്കുന്ന ബുദ്ധിമാനായ ധ്രുവനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ഭഗവാൻ ഭൃത്യനായ ആ ബാലനിൽ അനുരാഗത്തെയും പ്രീതിയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാനുവാച വേദാഹം തേ വ്യവസിതം ഹൃദി രാജന്യപാലക തത്പ്രയച്ഛാമി ഭദ്രം തേ ദുരാപമഭി സുവ്രത. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, ഹേ രാജപുത്ര, നിന്റെ മനോരഥം ഞാൻ അറിഞ്ഞു. ഇതരന്മാർക്ക് സാധിക്കത്തക്കതല്ലെങ്കിലും കഠിനവ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന നിനക്കതിനെ ഞാൻ നൽകുന്നുണ്ട്. നിനക്ക് മംഗളം ഭവിക്കട്ടെ. ജ്ഞാനൈരധിഷ്ഠിതം ഭദ്ര യദ്ഭ്രാജിഷ്ണു ധ്രുവക്ഷിതി യത്ര ഗ്രഹർഷതാരാണാം ജ്യോതിഷാം ചക്രമാഹിതം മേഢ്യാം ഗോചക്രവസ്താസ്നു പരസ്താത് കൽപ്പവാസിനാം. ഹേ ഭദ്ര, യാതൊരു സ്ഥാനം നിന്റെ പൂർവ്വപിതാക്കന്മാരായ മന്വാദികളാൽ അധിവസിക്കപ്പെടാത്തതോ നിത്യവും പ്രകാശബഹുലമായിരിക്കുന്നതും നാശമില്ലാത്ത വാസസ്ഥാനവും സൂര്യാദി നവഗ്രഹങ്ങൾ അശ്വിന്യാദികളായ 27 നക്ഷത്രങ്ങൾ മുതലായ ജ്യോതിർമണ്ഡലം കെട്ടുകുറ്റിയിൽ പശുക്കൂട്ടമെന്ന പോലെ യാതൊരു സ്ഥാനത്തിൽ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ കൽപ്പകാലത്തിലും നാശമില്ലാത്തതായ ആ സ്ഥാനത്തെ ഞാൻ നൽകിയിരിക്കുന്നു. ധർമ്മോഗ്നി കശ്യപ ശുക്രോ മുനയോ യേ വനൗകസഹ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തോ യത് സതാരകാഹ. ധർമ്മം, അഗ്നി, കശ്യപൻ, ശുക്രൻ, വാനപ്രസ്ഥന്മാരായ അന്യമുനികൾ മുതലായവർ നക്ഷത്രങ്ങളോടുകൂടെ യാതൊരു സ്ഥാനത്തെ പ്രദക്ഷിണം ചെയ്ത് സഞ്ചരിക്കുന്നുവോ ആ സ്ഥാനം നിനക്കു ലഭിക്കട്ടെ. പ്രസ്ഥിതേതു വനം പിത്രാ ദത്വാഗാം ധർമ്മസംശ്രയഃ ഷട്ത്രിംശദ്വർഷസാഹസ്രം രക്ഷിതാവ്യാഹ്യതേന്ദ്രിയഃ. ഈ ശരീരം നശിപ്പിച്ചതിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ സ്ഥാനത്തിൽ നിനക്ക് വസിക്കാം. ഇപ്പോഴാകട്ടെ നീ രാജ്യത്തെ പ്രാപിക്കണം. പിതാവ് രാജ്യപരിപാലനത്തിൽ നിന്നെ നിയമിച്ച ശേഷം വാനപ്രസ്ഥാശ്രമം അംഗീകരിക്കും. ആ കാലത്ത് ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ 36,000 വർഷം കാലം നീ രാജ്യം പരിപാലിക്കും. അത്ര കാലവും നിന്റെ ശരീരവും ഇന്ദ്രിയങ്ങളും സ്വവ്യാപാരങ്ങളെ നിർവഹിക്കുന്നതിന് സമർത്ഥങ്ങളായിരിക്കുകയും ചെയ്യും. ത്വദ്ഭ്രാതരുത്തമേ നഷ്ടേ മൃഗയായാം തു തന്മനാഃ അന്വേഷന്തി വനം മാതാ ദാവാഗ്നീം സ പ്രവേശ്യതി. നിന്റെ ജ്യേഷ്ഠഭ്രാതാവായ ഉത്തമൻ നായാട്ടിന് പോയിട്ട് കാട്ടിൽ വെച്ച് നശിക്കും. പുത്രനിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ അവൻ്റെ മാതാവ് അവനെ അന്വേഷിച്ച് കാട്ടിൽ സഞ്ചരിക്കും. അവിടെ ഉത്ഭവിച്ച കാട്ടുതീയിൽ അവളും പ്രവേശിക്കും. അതിനാൽ രാജ്യാവകാശം നിനക്കായി വരും. ഇഷ്ട്വാ മാം യത്നഹൃദയം യത്നൈ പുഷ്കലദക്ഷിണൈഃ ഭുക്ത്വാ ചേഹാശിഷഃ സത്യ അന്തേ മാം സംസ്മരിഷ്യസി. ഉത്തമങ്ങളായ ഉപകരണങ്ങളോടുകൂടെ യത്നപ്രിയനായ എന്നെ അനേക യത്നങ്ങൾ കൊണ്ട് ആരാധിക്കുകയും ഇഹലോകത്തിൽ ഉത്തമങ്ങളായ ഭോഗങ്ങളെ അനുഭവിക്കുകയും ചെയ്ത ശേഷം അവസാനത്തിൽ നീ എന്നെ തന്നെ വേണ്ടതുപോലെ സ്മരിക്കും. തഥോ ഗന്ധാസി മത്സ്ഥാനം സർവലോക നമസ്കൃതം ഉപരിഷ്ട്യാദൃഷിഭ്യസ്ത്വം യതോ നാവർത്തതേ യതിഹി. അതിനുശേഷം ഋഷിലോകത്തിൽ നിന്നും മേൽപോട്ടിരിക്കുന്നതും സർവ്വലോകങ്ങളായാലും നമസ്കരിക്കപ്പെടുന്നതുമായ എൻ്റെ ലോകത്തെ നീ പ്രാപിക്കും. അവിടെ പ്രവേശിക്കുന്ന സന്യാസി പിന്നെ സംസാരത്തിലേക്ക് മടങ്ങി വരുന്നവനല്ല. സന്യാസികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഗൃഹസ്ഥനായിരുന്നാലും നിനക്കത് ലഭിക്കുന്നത് എൻ്റെ അനുഗ്രഹം നിമിത്തമാണ്. മൈത്രേയ ഉവാച ഇത്യർച്ചിതഃ സ ഭഗവാൻ അതിദിശ്യാത്മനഃപദം ബാലസ്യ പശ്യതോ ധാമ സ്വമയാത് ഗരുഡധ്വജഃ. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ധ്രുവനാൽ പൂജിക്കപ്പെട്ട ഭഗവാൻ തൻ്റെ സ്ഥാനത്തെ ഭക്തനായി നൽകിയ ശേഷം ബാലനായ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗരുഡോപരി വസിച്ചും കൊണ്ട് വൈകുണ്ഠം പ്രാപിച്ചു. സോപി സങ്കൽപ്പജം വിഷ്ണോഃ പാദസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പനിർവാണം നാദിപ്രീതോഭ്യഗാത്പുരം.
ആ ധ്രുവനും തൻ്റെ സങ്കല്പത്തെ അനുസരിച്ചതും ഇതിന്മീതെ സങ്കല്പമുണ്ടാവാൻ അവകാശമില്ലാതിരിക്കുന്നതുമായ സ്ഥാനത്തെ വിഷ്ണുവിൻ്റെ അനുഗ്രഹം നിമിത്തം പ്രാപിച്ചുവെങ്കിലും അധികം സന്തുഷ്ടനല്ലാതെ പുരം പ്രവേശിച്ചു. ഇപ്പോഴും ധ്രുവന് പൂർണ്ണ സന്തോഷമുണ്ടായില്ല. വിതുര ഉവാച സുദുർലഭം യത് പരമം പദം ഹരേർ മായാവിനസ്തച്ചരണാർച്ചനാർജിതം ലബ്ധ്വാപ്യസിദ്ധാർത്ഥമിവൈക ജന്മന കഥം സ്വമാത്മാനം അമന്യതാർത്ഥവിത്. വിതുരർ ചോദിച്ചു, ഹേ ഭഗവൻ, ധ്രുവൻ്റെ ഭക്തി പരിശുദ്ധമായിരുന്നില്ലല്ലോ. മായാകാരിയായ ദമ്പാതിവൃത്തി നിമിത്തമാണ് ഭക്തി ഉണ്ടായത്. ഉത്തമനേക്കാൾ ഉയർന്ന പദവി ലഭിക്കണമെന്നായിരുന്നുവല്ലോ ഭജനത്തിൻ്റെ ഉദ്ദേശം. ഈ വിധം ആഗ്രഹത്തോടുകൂടെ ഭജിക്കുന്നവർക്ക് ഒരു ജന്മം കൊണ്ട് സാധിപ്പാൻ കഴിയാത്തതായ ശ്രീഹരിയുടെ ധ്രുവപദം ഹരിപാദാർച്ചനയുടെ ബലമായി സിദ്ധിച്ചിട്ടും കാര്യജ്ഞനായ ധ്രുവൻ കാര്യം സിദ്ധിക്കാത്തവനെന്ന പോലെ അസന്തുഷ്ടനാവാൻ എന്താണ് കാരണം? മൈത്രേയ ഉവാച മാതുസ്വപത്ന്യ വാഗ്ബാണേർ ഹൃദി വിദ്വസ്തു താൻ സ്മരൻ നൈച്ഛൻ മുക്തിപതേർമുക്തിം തസ്മാത് താപമുപേയിവാൻ. മൈത്രേയർ പറഞ്ഞു, സപത്നി മാതാവായ സുരുചിയുടെ വാക്കുകളാകുന്ന ബാണങ്ങളാൽ ഹൃദയം മുറിപ്പെട്ടതിനാൽ മനസ്സിൽ അവയെ തന്നെ ഓർത്തിട്ട് ഉന്നതസ്ഥാനത്തെ ഭഗവാനോട് യാചിച്ചു. കൈവല്യത്തെ പ്രദാനം ചെയ്യുന്ന ദേവനോട് സായുജ്യമുക്തിയെ പ്രാർത്ഥിച്ചില്ല. ഈ വിചാരം ഭഗവാൻ മറിഞ്ഞപ്പോൾ ധ്രുവനുണ്ടായി. അതുകൊണ്ട് സന്തപിച്ചു. ധ്രുവ ഉവാച സമാധിനാനൈകഭവേന യത്പദം വിദുസ്സനന്ദാദയ ഊർധ്വരേതസഃ മാസൈരഹം ഷഡ്ഭിരമുഷ്യ പാദയോഃ ഛായാമുപേത്യ ഭഗതപ്രദങ്മതിഃ. ധ്രുവൻ ഇങ്ങനെ വിചാരിച്ചു, അനേക ജന്മങ്ങളിൽ അഭ്യസിച്ചതിനാലുണ്ടായ വാസനയുടെ ബലമായി സിദ്ധിച്ച സമാധിയോഗത്താൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ പ്രവേശിപ്പിക്കാതെ അടക്കിയിരുന്നിട്ടാണ് ഭഗവാന്റെ പാദപത്മങ്ങളുടെ സ്വരൂപത്തെ സനന്ദാദികൾ അറിഞ്ഞത്. അവർക്ക് അറിവാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്നെപ്പോലെ പ്രത്യക്ഷ ദർശനം ലഭിച്ചിട്ടില്ല. ഭഗവാന്റെ പാദഛായ 6 മാസം കൊണ്ട് എനിക്ക് സിദ്ധിച്ചു. എന്നിട്ടും അതിൽ തന്നെ സ്ഥിരമായിരിക്കാതെ ഭേദഭാവന നിമിത്തം ഞാൻ സംസാരത്തിലേക്ക് തന്നെ മടങ്ങുകയല്ലേ ചെയ്തത്. അഹോബദ മമാനാത്മ്യം മന്ദഭാഗസ്യ പശ്യത ഭവച്ഛിതപാദമൂലം ഗത്വാ യാചേ യദന്തവത്. കഷ്ടം, ഭാഗ്യം കുറഞ്ഞവർക്ക് സമയത്തിൽ വേണ്ടത് തോന്നുകയില്ല. ജന്മാന്തര വാസന തന്നെ അതിനു സഹായിക്കണം. എൻ്റെ വിവേകമില്ലായ്മയുടെ ബലത്തെ നോക്കുവിൻ. സംസാര ദുഃഖങ്ങളെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്ന ഈശ്വരൻ്റെ പാദമൂലത്തെ ഞാൻ പ്രാപിച്ചിട്ടും ബഹുകാലം കഴിഞ്ഞാൽ നാശമുള്ളതായ സ്ഥാനത്തെ യാചിച്ചുവല്ലോ. മതിർവിദൂഷിതാ ദേവൈ പദ്ഭിരസഹിഷ്ണുഭിഃ യോ നാരദവചസ്തത്യം നാഗ്രാഹിഷമസത്തമഃ. ബുദ്ധ്യാദി ദേവകളായി അതാതിൽ വസിക്കുന്ന ദേവന്മാർ മുമ്പ് തന്നെ എൻ്റെ ബുദ്ധിയെ ദുഷിപ്പിച്ചു. ഞാൻ സംസാര വിരക്തനായി ഭവിച്ചാൽ പിന്നെ അവരെ ആദരിക്കയില്ലെന്നറിഞ്ഞിരുന്ന അവർ എൻ്റെ ഉത്കർഷത്തെ സഹായിക്കുന്നവരായിരുന്നില്ല. അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാലാന്തരത്താൽ പതനം അവർക്കുമുണ്ടാകും. അതുപോലെ ഞാനും പതിക്കുന്നവനായി ഭവിക്കണം എന്നു തന്നെയായിരുന്നു അവരുടെ വിചാരം. അതുകൊണ്ടാണ് ശ്രീ നാരദമുനി ആദ്യം എന്നോട് ഉപദേശിച്ചതിൻ്റെ രഹസ്യാർത്ഥം എനിക്കും ധരിപ്പാൻ സാധിക്കാതെ വന്നത്. ദേവീ മായാമുപാശ്രിത്യ പ്രസുപ്ത ഇവ ഭിന്നദൃക് തപ്യേദ്വിതീയേപ്യസതി ഭ്രാതൃഭ്രാതൃവിഹൃദ്രുജ. ദേവന്മാരുടെ ശക്തിരൂപയായ മായ എന്നെ ബാധിച്ചു. അപ്പോൾ വിചാരശക്തി നശിച്ചു. ശ്രീ ഭഗവാൻ ഏകനല്ലാതെ രണ്ടാമതൊന്നില്ലാതിരിക്കുന്ന വാസ്തവത്തെ അറിയുവാൻ ഞാൻ ശക്തനായില്ല. ഉറങ്ങിക്കിടക്കുന്നവൻ സ്വപ്നത്തിൽ കാണുന്ന വസ്തുക്കൾ അവനിൽ നിന്നും ഭിന്നങ്ങളാണെന്ന് തെറ്റായി ധരിക്കുന്നത് പോലെ ലോകത്തിൽ കാണപ്പെടുന്നവയെല്ലാം ഭിന്നവസ്തുക്കളെന്ന് ഞാനും ധരിച്ചു. എൻ്റെ ജ്യേഷ്ഠഭ്രാതാവായ ഉത്തമൻ വേറെ, ഞാൻ വേറെ. അവൻ എൻ്റെ ശത്രു എന്ന ഭാവം എൻ്റെ മനസ്സിലുദിച്ചു. അതുനിമിത്തമുണ്ടായ ഹൃദയരോഗത്താൽ ഞാൻ വ്യസനിക്കുന്നു. ഈ വ്യസനത്തിനു കാരണം ദേവന്മാരുടെ ശക്തിയായ മായ എന്നെ ബാധിച്ചതു തന്നെ എന്നുറച്ചു. മയൈതത് പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സേവ ഗദായുഷി പ്രസാദ്യ ജഗതാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിതഃ. പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും പ്രയാസമുള്ള സർവേശ്വരനെ കഠിനമായ തപസ്സുകൊണ്ട് സന്തോഷിപ്പിച്ച ശേഷം
രാജ്യൈശ്വര്യ പ്രാപ്തിരൂപമായ എൻ്റെ പ്രാർത്ഥന ആയുസ്സില്ലാത്തവനിൽ ചികിത്സയെന്ന പോലെ വ്യർത്ഥമായി. എന്തുകൊണ്ടെന്നാൽ സർവക്ലേശങ്ങളുടെയും മൂലകാരണമായിരിക്കുന്ന ജന്മജരാമരണാദി സംസാരത്തെ തന്നെ നിശ്ശേഷം നശിപ്പിച്ച് പരമാനന്ദപ്രാപ്തിരൂപമായ കൈവല്യത്തെ നൽകുന്നതിന് സമർത്ഥനായ ആ ഭഗവാനോട് പിന്നെയും സംസാര കാരണമായിരിക്കുന്ന ഐശ്വര്യത്തെയല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്. ഭാഗ്യമില്ലാത്തവൻ ഞാൻ എന്നുള്ളതിന് ഇതിന്മീതെ തെളിവെന്തിരിക്കുന്നു. രാജ്യൈശ്വര്യാദികൾ ചിത്തവിക്ഷേപത്തെ ജനിപ്പിക്കുന്നവയാകയാൽ വീണ്ടും ജനനമരണം തന്നെ എൻ്റെ ഗതി. മോക്ഷത്തിനുപകരിക്കുന്ന ഭഗവത് ദാസ്യത്തെ പ്രാർത്ഥിക്കാഞ്ഞത് പൂർവ്വപുണ്യമില്ലാത്തതുകൊണ്ട് തന്നെയെന്ന് സാരം. സ്വരാജ്യം യച്ഛതോ മൗഢ്യാൻ മനോ മേ ഭിക്ഷിതോ വദ ഈശ്വരാശ്രീണ പുണ്യേന ഫലീകാരാ നിവാദനഃ. സ്വരൂപാനന്ദത്തിൽ വിശ്രാന്തിയെ പ്രാപിക്കുന്നതായ പരമപദവിയെ സ്വഭക്തന് നൽകുന്ന പ്രഭു പ്രത്യക്ഷനായിട്ട് ആഗ്രഹമുള്ളതിനെ വരിച്ചുകൊള്ളുക എന്ന് സഗുരുണം അരുളി ചെയ്തപ്പോൾ പുണ്യഹീനനായ ഞാൻ ദേഹാഭിമാനത്തെ അധികരിപ്പിക്കുന്ന രാജ്യൈശ്വര്യത്തെ യാചിച്ചു. വിലമതിപ്പാൻ കഴിയാത്ത രത്നാദി ധനങ്ങളെ കൊടുപ്പാൻ ശക്തനായ മഹാധനികൻ പ്രീതനായതുകൊണ്ട് ആവശ്യമുള്ള ധനം ചോദിച്ചാൽ തരാം എന്ന് പറഞ്ഞപ്പോൾ നിസ്സാരങ്ങളായ ധാന്യഗണങ്ങളെ യാചിച്ച ദരിദ്രനും ഞാനും ഒരുപോലെയായി. മൈത്രേയോവാച ന വൈ മുകുന്ദസ്യ പദാരവിന്ദയോ രജോജുഷസ്താദഭവാദൃശാ ജനാഃ വാഞ്ചന്തി തദ്ദാസ്യമൃതേർത്ഥമാത്മനോ യദൃച്ഛയാ ലബ്ധമനസ്സമൃദ്ധയഃ. മൈത്രേയർ പറഞ്ഞു, ഹേ വത്സ വിതുര, പരമാർത്ഥ ഭക്തിയുള്ളവരുടെ സ്വഭാവമാണിത്. മുക്തിയെ നൽകുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സർവാത്മന സേവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന അങ്ങയെപ്പോലെയുള്ള ജനങ്ങൾ എതിർച്ചാലാഭത്താൽ സന്തുഷ്ട ചിത്തന്മാരായിരിക്കുന്നതുകൊണ്ട് ഭഗവത് ദാസ്യത്തെ ഒഴിച്ച് അന്യമായ ധനാദി പ്രാകൃത വസ്തുക്കളെ ആഗ്രഹിക്കുന്നവരായിരിക്കേയില്ല. ആകർണ്യാത്മജമായാന്തം സംപരേത്യേതാഗതം രാജാന ശ്രദ്ധതേ ഭദ്രം അഭദ്രസ്യ കുതോ മമ. പുത്രൻ വരുന്നുവെന്ന് ജനങ്ങൾ പറഞ്ഞതിനെ കേട്ട രാജാവ് മരിച്ചുപോയ ഒരുവൻ വരുന്നുവെന്ന് പറയുന്നത് പോലെ കരുതി വിശ്വസിച്ചില്ല. ദുഷ്കർമ്മം ചെയ്ത എനിക്ക് സൽപുത്ര സാന്നിധ്യരൂപമായ മംഗളം എങ്ങനെ അനുഭവമായി വരും എന്നായിരുന്നു ഉത്താനപാദ രാജാവിൻ്റെ വിചാരം. ശ്രദ്ധായ വാക്യം ദേവർഷേർഹർഷവേഗേന ദർശിതഃ വാർത്താഹർത്തുരതി പ്രീതോ ഹാരം പ്രാധാൻ മഹാധനം. കാലതാമസം കൂടാതെ പുത്രൻ വരും എന്ന് ശ്രീനാരദർ പറഞ്ഞ വാക്കിൽ വിശ്വാസത്തോടുകൂടെ സന്തോഷപരവശനായ രാജാവ് പുത്രാഗമന വൃത്താന്തം അറിയിച്ച ഭൃത്യന് അധികം വിലയുള്ള മാല നൽകി. സദശ്വം രഥമാരുഹ്യ കാർത്തസ്വര പരിഷ്കൃതം ബ്രാഹ്മണൈകുലവൃദ്ധൈശ്ച പര്യസ്തോ മാതൃബന്ധുഭിഃ. കനകാഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും മനോഹരങ്ങളായ കുതിരകളെ യോജിപ്പിച്ചുമിരിക്കുന്ന തേരിൽ രാജാവ് കയറിയിരുന്നു. ബ്രാഹ്മണർ, കുലവൃദ്ധന്മാർ, മന്ത്രിമാർ, ബന്ധുജനങ്ങൾ എന്നിവർ രാജാവിൻ്റെ ചുറ്റും വന്നു നിറഞ്ഞു. ശംഖുദുന്ദുവിനാദേന ബ്രഹ്മഘോഷേണ വേണുഭിഃ നിശ്ചക്രാമപുരാത്തൂർണം ആത്മജാഭീഷണോത്സുകഃ. പുത്രനെ കാണാൻ അതിതാൽപ്പര്യമുള്ള രാജാവ് ശംഖം, ദുന്ദുഭി, വേണു മുതലായ വിശേഷങ്ങളോടും വേദഘോഷത്തോടും കൂടെ രാജധാനിയിൽ നിന്ന് പുത്രനെ എതിരേൽക്കാനായി പുറപ്പെട്ടു. സുനീതി സുരുചിശ്ചാസ്യ മഹിഷ്യൗരുക്മഭൂഷിതേ ആരൂഹ്യ ശിബിഹാം സാർദ്ധം ഉത്തമേനാഭിജഗ്മതുഃ. ഈശ്വരാനുഗ്രഹത്താൽ അന്യോന്യ സ്പർദ്ധയും അവസാനിച്ചതിനാൽ രാജഭാര്യമാരായ സുനീതിയും സുരുചിയും ഉത്തമനെന്ന പുത്രനും സ്വർണാലങ്കാരങ്ങളെ ധരിച്ചവരായിട്ട് ഒരേ വാഹനത്തിൽ കയറിയിരുന്ന ധ്രുവനെ സ്വീകരിപ്പാൻ രാജാവിനോട് ഒരുമിച്ച് യാത്ര ചെയ്തു. തം ദൃഷ്ടോപവനാഭ്യാശ ആയാന്തം തരസാരദാത് അവരുഹ്യ നൃപസ്തൂർണമാസാദ്യ പ്രേമവിഹ്വലഃ. പരിരേബേംഗജം ദൗർഭ്യാം ദീർഘഗോത്കണ്ഠമനാശ്വസൻ വിശ്വക്സേനാംഗ്രി സംസ്പർശ ഹതാശേഷാഗബന്ധനം. രാജധാനിയുടെ പുറത്തുള്ള പൂന്തോട്ടത്തിൻ്റെ സമീപം എത്തിയപ്പോൾ ആഗമിക്കുന്ന പുത്രനെ കണ്ടു. ഉടനെ രാജാവ് തേരിൽ നിന്നിറങ്ങി പ്രേമപാരവശ്യം നിമിത്തം ശീഘ്രം പുത്രസമീപത്ത് ചേർന്നു. ബഹുകാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഉത്കണ്ഠ ദീർഘശ്വാസരൂപേണ പുറമേ പ്രകാശിച്ചു. ഭഗവാന്റെ പാദസ്പർശം നിമിത്തം സമസ്ത പാപങ്ങളുടെ ബന്ധനത്തിൽ നിന്നും വിട്ടിരിക്കുന്ന പരിശുദ്ധനായ പുത്രനെ 2 കൈകൾ കൊണ്ടും ആലിംഗനം ചെയ്തു. അദാ ജിഗ്രൻ മുഹുർമൂർധനി ശാന്തൈർനയനവാരിഭിഃ
സ്നാപയാമാസ തനയം ജാതോദ്ധാമ മനോരഥഃ. രാജാവിൻ്റെ മഹത്തായ മനോരഥം സാധിച്ചതിനാൽ മനസ്സു സന്തോഷിച്ചു. പുത്രൻ്റെ ശിരസിൽ ബഹുപ്രാവശ്യം ആക്രാണിച്ചു. സന്തോഷാധിക്യം നിമിത്തമുണ്ടായ നേത്രജലത്താൽ പുത്രനെ കുളിപ്പിച്ചു. അഭിവന്ദ്യ പിതുഃപാദാവാശിർഭിശ്ചാഭിമന്ത്രിതഃ നനാമ മാതരോ ശീഷ്ണ സൽകൃത സജ്ജനാഗ്രണീഹി. ധ്രുവൻ പിതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആശീർവാദം കൊണ്ടും കുശലപ്രശ്നം കൊണ്ടും പിതാവ് സൽക്കരിച്ചു. ഉടനെ ജനനിമാർ രണ്ടുപേരെയും ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. ഭഗവത് അനുഗ്രഹത്താൽ മത്സരാദി ദോഷങ്ങൾ നീങ്ങിയതുകൊണ്ട് സജ്ജന ശ്രേഷ്ഠനായി ഭവിച്ച ധ്രുവൻ സുരുചിയെക്കുറിച്ചുണ്ടായിരുന്ന വിദ്വേഷഭാവത്തെ വെടിഞ്ഞു. സുരുചിസ്തം സമുത്താപ്യ പാദാവനതബർഭകം പരിഷ്വജ്യാഹ്യ ജീവേദി ബാഷ്പഗദ്ഗദയാ ഗിര. പാദങ്ങളിൽ നമസ്കരിച്ച് ഭൂമിയിൽ കിടക്കുന്ന ബാലകനെ സുരുചി സ്നേഹപൂർവ്വം എടുത്തെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. കണ്ണീരുത്ഭവിച്ചതിനാൽ തടഞ്ഞു പുറപ്പെടുന്ന അക്ഷരങ്ങളടങ്ങിയ വാക്കിനാൽ ദീർഘായുഷ്മാനായി ഭവിക്കുക എന്ന് ആശീർവദിച്ചു. യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണൈർമൈത്ര്യാദിഭിർഹരിഃ തസ്മൈ നമന്തി ഭൂതാനി നിമ്നമാപ ഇവ സ്വയം. മഹാ അഭിമാനവതിയായ സുരുചി എങ്ങനെ ധ്രുവനെ സ്നേഹിച്ചുവെന്ന് ശങ്കിക്കേണ്ട. സുരുചി മാത്രമല്ല, സകല പ്രാണിവർഗവും അവനെ സ്നേഹിക്കും. എന്തുകൊണ്ടെന്നാൽ പറയാം, കേൾക്കുക. മൈത്രി, പ്രീതി, ദയ, സന്തോഷം എന്നീ ഗുണങ്ങൾ നിമിത്തം യാതൊരുവൻ്റെ പേരിൽ സകല ഐശ്വര്യപരിപൂർണനായ ഭഗവാൻ പ്രസാദിക്കുന്നുവോ, താണനിലത്തിൽ കൂടെ ജലം താനേ തന്നെ ഒഴുകുന്നതുപോലെ സകല ഭൂതങ്ങളും അവനെ സ്വയമേവ നമസ്കരിക്കും. ഉത്തമശ്ച ധ്രുവശ്ചോഭ്യാവന്യോന്യം പ്രേമവിഹ്വലോ അംഗസംഗാത് ഉത്പുളകൗ അസൗഗ്രം മുഹുരുഹദുഹു. ഉത്തമനും ധ്രുവനും രണ്ടുപേരും അന്യോന്യം സ്നേഹപരവശന്മാരായിട്ട് ആലിംഗനം ചെയ്തു. ശരീരത്തിൽ രോമാഞ്ചവും നേത്രങ്ങളിൽ ബാഷ്പവും ഉണ്ടായി. സുനീതിരസ്യ ജനനി പ്രാണേഭ്യോഭി പ്രിയം സുതം ഉപഗുഹ്യ ജഹാവാദിം തദംഗസ്പർശ നിർവൃത. ധ്രുവൻ്റെ മാതാവായ സുനീതി സ്വപ്രാണങ്ങളെക്കാൾ പ്രിയനായ സുതനെ ആലിംഗനം ചെയ്തു. അവൻ്റെ ശരീരസ്പർശനം നിമിത്തമുണ്ടായ സുഖം അനുഭവിച്ചതിനാൽ ഇതുവരെയുണ്ടായിരുന്ന മനപ്പീഡ ശമിച്ചു. പയസ്തനാഭ്യാം സുസ്രാവ നേത്രജൈസലിലൈ ശിവൈഃ തദാഭിഷിച്യമാനാഭ്യാം വീരസുവോ മുഹുഃ. ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്ന വീരനായ വിതുര, ഇത്ര ബാല്യത്തിൽ തന്നെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങുവാൻ മാത്രം വീരനായ ആ ധ്രുവനെ പ്രസവിച്ച സുനീതിയുടെ നേത്രങ്ങളിൽ നിന്ന് സന്തോഷബാഷ്പം ധാരധാരയായി ഒഴുകി. ആ ജലത്താൽ നനഞ്ഞിരിക്കുന്ന സ്തനങ്ങളിൽ നിന്ന് പുത്രസ്നേഹത്തെ സൂചിപ്പിക്കുന്ന വിധം പാൽ ധാരാളം ഒഴുകി. താം ശശംസുർജനാരാജ്ഞീം ദിഷ്ട്യാദേ പുത്രാർത്തിഹ പ്രതിലബ്ധശ്ചിരം നഷ്ടോ രക്ഷിതാമണ്ഡലം ഭുവഃ. ജനങ്ങൾ സുനീതി ദേവിയെക്കുറിച്ച് സ്തോത്രം ചെയ്തു. ഹേ ദേവി, ബഹുകാലമായിട്ട് കാണാതിരുന്ന ഭവതിയുടെ പുത്രനെ ഭാഗ്യത്താൽ ഇപ്പോൾ ലഭിച്ചുവല്ലോ. അവൻ ഞങ്ങളുടെയും ഭവതിയുടെയും സന്താപത്തെ തീർക്കുവാനായിട്ട് ഭൂമണ്ഡലത്തെ രക്ഷിക്കും. ഉത്തമൻ രാജ്യാവകാശിയായിരിക്കെ ജനങ്ങൾ ഈ വിധം പറഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹത്തെ അനുസരിച്ചാണ്. അഭ്യർച്ചിതസ്ത്വയാ നൂനം ഭഗവാൻ പ്രണതാർത്തിഹ യദനുദ്യായിനോ ധീര മൃത്യും ജിഗ്ഗു സുദുർജയം. നഷ്ടനായ പുത്രനെ ലഭിച്ചതിനാൽ സുനീതി ജന്മാന്തരത്തിൽ ഈശ്വരനെ ആരാധിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ നിർണയിച്ചു പറയുന്നു. ഹേ ദേവി, യാതൊരുവനെ നിരന്തരം ധ്യാനിക്കുന്ന യോഗികൾ മറ്റുള്ളവർക്ക് ജയിപ്പാൻ കഴിയാത്ത ജന്മമരണാദി ക്ലേശയുക്തമായിരിക്കുന്ന സംസാരത്തെ ജയിക്കുന്നുവോ, നമസ്കരിക്കുന്നവരുടെ സർവ്വസന്താപങ്ങളെയും സംഹരിക്കുന്നതിന് സമർത്ഥനായിരിക്കുന്ന ആ ഭഗവാനെ ഭവതി ജന്മാന്തരത്തിൽ വേണ്ട പോലെ പൂജിച്ചിട്ടുണ്ട് നിശ്ചയം. ലാള്യമാനം ജനൈരേവം ധ്രുവം സഭ്രാതരം നൃപഃ ആരോപ്യകരിണീം ഹൃഷ്ടഃ സ്തൂയമാനോ വിശത്പുരം. ഇങ്ങനെ ജനങ്ങളാൽ ലാളിക്കപ്പെടുന്ന ധ്രുവനെയും ഭ്രാതാവായ ഉത്തമനെയും ഒരു പിടിയാനമേൽ ഇരുത്തിയിട്ട് സന്തുഷ്ടനും വന്ദികളാൽ സ്തുതിക്കപ്പെടുന്നവനുമായ രാജാവ് പുരം പ്രവേശിച്ചു. തത്ര തത്രോപസംക്ലിപ്തൈർ ലസന്മകരതോരണൈഃ സവൃന്ദൈ കദളീസ്തംഭൈഃ പൂഗപോദൈശ്ച തദ്വിദൈഃ ചൂതപല്ലവവാസസ്രଂ മുക്താധാമവിളംബിഭിഃ ഉപസ്കൃതം പ്രതിദ്വാരം അപാംകുംഭൈ സദീപകൈഃ പ്രാകാരൈർഗോപുരാകാരൈഃ ശാതകുംഭപരിച്ഛദൈഃ സർവതോലംകൃതം ശ്രീമദ്വിമാനശിഖരന്യുഭിഃ.
മൃഷ്ടശ്ചത്വരരത്യാട്ടമാർഗം ചന്ദനചർച്ചിതം ലാജാക്ഷതൈ പുഷ്പബലൈസ്തണ്ടുലേർ ബലിവിരുദം. പട്ടണത്തിൻ്റെ ഓരോ ദിക്കിലും മകരതോരണങ്ങൾ ഉണ്ടാക്കി അലങ്കരിച്ചിരുന്നു. മാണികളോടുകൂടിയ കുലവാഴകൾ, അപ്രകാരം തന്നെ ഇരിക്കുന്ന ചെറിയ കവുങ്ങ് വൃക്ഷങ്ങൾ എന്നിവയെ ഗൃഹങ്ങളുടെ മുൻഭാഗങ്ങളിൽ കെട്ടിയിരുന്നു. വസ്ത്രം കൊണ്ട് ആച്ഛാദനം ചെയ്തും പൂമാലകളും മുത്തുമാലകളും കൊണ്ട് അലങ്കരിച്ചും മാവിൻ തളിരുകൾ സമർപ്പിച്ചുമിരുന്ന പൂർണ്ണ കുംഭങ്ങളും ഭദ്രദീപങ്ങളും എല്ലാ ഗൃഹങ്ങളുടെ മുൻഭാഗത്തുള്ള കോലായകളിൽ വെച്ചിരുന്നു. സ്വർണ്ണകുംഭം മുതലായ ഗൃഹോപകരണങ്ങളാൽ പടിപ്പുരകളും മതിലുകളും ഗൃഹമുഖങ്ങളും അലങ്കരിക്കപ്പെട്ടിരുന്നു. 7 നിലകളുള്ള വിമാനങ്ങൾ എന്നു പറയപ്പെടുന്ന മാളികകളുടെ അഗ്രങ്ങളിലുള്ള സ്വർണ്ണ താഴികക്കുടങ്ങളിൽ നിന്ന് വ്യാപിക്കുന്ന ശോഭകൾ പട്ടണങ്ങളുടെ 4 ഭാഗങ്ങളെയും പ്രകാശിപ്പിച്ചിരുന്നു. രഥം മുതലായ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന രാജവീഥികളും നാൽക്കവലകളും അടിച്ചു ശോധന ചെയ്ത് ചന്ദനജലം കൊണ്ട് നനച്ചിരുന്നു. മലർ, പുഷ്പം, അക്ഷതം, പൂജാപദാർത്ഥങ്ങൾ എന്നിവയെ ജനങ്ങൾ വർഷിച്ചിരുന്നത് മാർഗങ്ങളിൽ കാണപ്പെട്ടിരുന്നു. ഇപ്രകാരം എല്ലാ ഭാഗങ്ങളിലും അലങ്കരിക്കപ്പെട്ടിരുന്ന പട്ടണത്തിൽ ധ്രുവനോടുകൂടെ രാജാവും പരിവാരങ്ങളും പ്രവേശിച്ചു. ധ്രുവായ പതിദൃഷ്ടായ തത്ര തത്ര പുരസ്ത്രിയഃ സിദ്ധാർത്ഥാക്ഷതദ്യംഭൂദൂർവാ പുഷ്പബലാനിജ ഉപജഹ്രുപ്രയഞ്ജോന വാത്സല്യാദാശിഷസദിഃ ശൃണ്വംസ്തം തദ്ദുൽഗീതാനി പ്രാവിശദ്ഭവനം വിദുഃ. ഓരോ ഭവനങ്ങളുടെ ദ്വാരങ്ങളിൽ എത്തുന്ന സമയം അതാതിലെ ഗൃഹനായികകൾ വാത്സല്യപൂർവ്വം ആശീർവാദങ്ങളെ ചെയ്തുകൊണ്ട് വെളുത്ത കടുക്, തൈർക്കുടം, പൂർണ്ണകുംഭം, ദൂർവ, പുഷ്പം, നാളികേരം മുതലായ മംഗളപദാർത്ഥങ്ങളെ സമീപത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചു. അവരുടെ മധുരഗാനങ്ങളെ കേട്ടുകൊണ്ട് പിതാവിൻ്റെ രാജധാനിയിൽ പ്രവേശിച്ചു. മഹാമണിവ്രാതമയേ സാ തസ്മിൻ ഭവനോത്തമേ ലാളിതോ നിതരാം പിത്ര നവസദ്ദി വിദേവവത്. ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആ രാജധാനിയിൽ പിതാവിനാൽ ഏറ്റവും ലാളിക്കപ്പെട്ടിരുന്ന ധ്രുവൻ സ്വർഗത്തിൽ ദേവനെന്ന പോലെ വസിച്ചു. പയഫേന നിഭായ ശയ്യ ദാന്താരുക്മ പരിച്ഛദാഃ ആസനാനി മഹാർഹാണി എത്ര രൗക്മ ഉപസ്കരാഃ. രാജധാനിയിലുള്ള ശയ്യകൾ പാൽനുര പോലെ ശുഭ്രവർണ്ണവും മാർദ്ദവുമുള്ള വസ്ത്രങ്ങളാൽ ആച്ഛാദിതങ്ങളാകുന്നു. ഗൃഹോപകരണങ്ങളായ ആസനങ്ങൾ, പാത്രങ്ങൾ മുതലായവയെല്ലാം വളരെ വിലപിടിച്ചവയും ആനക്കൊമ്പ് കൊണ്ടും സ്വർണം കൊണ്ടും ഉണ്ടാക്കിയവയുമാകുന്നു. എത്ര സ്ഫടികകുഡ്യേഷു മഹാമാരകതേഷു ച മണിപ്രദീപ ആഭാന്തി ലലനാരത്നസംയുതാഃ. രാജധാനിയിൽ സ്ഫടികങ്ങൾ കൊണ്ടും ഉത്കൃഷ്ടങ്ങളായ മരതകരത്നങ്ങൾ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ചുമരുകളിൽ നാരീരത്നങ്ങളും മണിദീപങ്ങളും പ്രതിബിംബിച്ച് ശോഭിക്കുന്നത് കാണാം. ഉദ്യാനാനി ജരമ്യാണി വിചിത്രൈരമരദ്രുമൈഃ കൂജദ്ദിഹ്വംഗമിഥുനൈർ ഗായന്മത്തമധുവ്രതൈഃ. ബഹുവിധങ്ങളും ആശ്ചര്യകരങ്ങളുമായ ദേവവൃക്ഷങ്ങൾ കൊണ്ടും ശബ്ദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഇണപ്പക്ഷികളെ കൊണ്ടും പാടിക്കൊണ്ട് പറക്കുന്ന മതിച്ച വണ്ടുകളെ കൊണ്ടും പൂങ്കാവുകൾ മനോഹരങ്ങളായിരിക്കുന്നു. വാപ്യോ വൈഡൂര്യസോപാനാഃ പത്മോത്പലകുമുദ്ദുതീഃ ഹംസകാരണ്ഡവക്കുലൈർജുഷ്ടാശ്ചക്രാഹസാരസൈഃ. വൈഡൂര്യം കൊണ്ട് പടവുകളും വികസിച്ചിരിക്കുന്ന നീലോൽപ്പലങ്ങൾ, ചെന്താമരങ്ങൾ മുതലായ പുഷ്പങ്ങളും ഹംസം, കാരണ്ഡവം, ചക്രവാകം, സാരസം മുതലായ പക്ഷികളുമുള്ള കുളങ്ങൾ ഉദ്യാനങ്ങളിൽ ശോഭിക്കുന്നു. ഉത്ഥാനപാദോ രാജർഷീഃ പ്രഭാവം തനയസ്യതം ശ്രുത്വാ ദൃഷ്ടാദ്ഭുതതമം പ്രഭേദേ വിസ്മയം പരം. ഉത്ഥാനപാദ രാജർഷി പുത്രൻ്റെ അത്യന്താത്ഭുതവും അപ്രാകൃതവുമായ പ്രഭാവത്തെ കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് പരമവിസ്മയത്തെ പ്രാപിച്ചു. വീക്ഷ്യോടവയസം തം ച പ്രകൃതീനാം ച സമ്മതം അനുരക്തപ്രജം രാജ ധ്രുവം ചക്രേ ഭുവപ്പതീം. പുത്രനായ ധ്രുവന് രാജ്യപരിപാലനത്തിന് മതിയായ യൗവനവും അവനെക്കുറിച്ച് മന്ത്രിമാർക്കുള്ള സമ്മതവും രാജ്യവാസികൾക്കുള്ള അനുരാഗവും കണ്ടിട്ട് രാജാവ് ധ്രുവനെ ഭൂമിപതിയാക്കി. ആത്മാനം ച പ്രവയസം ആകലയ്യ വിശാംപതിഃ വനം വിരക്തപ്രാതിഷ്ഠത് വിമൃശന്നാത്മനോഗതിം. തനിക്ക് വാർദ്ധക്യം ബാധിച്ചത് കണ്ടറിഞ്ഞ രാജാവ് വിഷയഭോഗങ്ങളിൽ നിന്നും വിരക്തനായിട്ട് ആത്മാവായിരിക്കുന്ന ഭഗവാന്റെ തത്വത്തെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ചു.
9-ാമത്തെ അധ്യായം സമാപിച്ചു. 10-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.